ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജിൻസി ഇവിടത്തിൽ എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഇതുവരെ ചാനലിൽ ഇട്ട വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേമ്പിൻ്റെ തടയും താളവും ഒക്കെ ഇട്ട് നമുക്കൊരു കറി വയ്ക്കാമെന്ന്. അപ്പോൾ ഇന്ന് ആ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയും കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മൾ ചേമ്പിൻ്റെ തണ്ടും താളും കൂടി ചേർന്ന ഭാഗമാണ് എടുക്കുന്നത്. ഇത് പെട്ടെന്ന് വേവുകയൊക്കെ ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരെണ്ണമാണ് എടുത്തത്, നമ്മളിനി ഒന്നുകൂടെ എടുക്കുന്നുണ്ടേ. അപ്പം അങ്ങനെ രണ്ട് ഇതും പിന്നെ ഒരു തടയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ടേ. അത് നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പച്ചമുളകിൻ്റെ തൈ ഉണ്ടേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്, നമുക്കത് എടുക്കാമേ. ഇനി നമുക്കിത് കൊണ്ടുപോയി ചെറുതായിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ വേറെ പച്ചക്കറികളൊക്കെ ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിന് കളറൊരു ചേഞ്ച് വരുവേ. അപ്പോൾ നമ്മൾ ആ ഭാഗമാണ് വെട്ടിക്കളഞ്ഞതേ. ഇനി എല്ലാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കണം. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് കുറേ വെള്ളത്തിൽ കഴുകണം. അങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ പച്ചക്കറികളൊന്നും എടുക്കുന്നില്ല, ക്യാരറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ചുവന്നുള്ളി വേണം. ക്യാരറ്റും ചെറുതായിട്ട് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ചുവന്നുള്ളിയെല്ലാം പൊളിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന കാന്താരി, കറിവേപ്പില, പച്ചമുളക് ഒക്കെ കൂടെ ചേർത്ത് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നമുക്കൊരു കുക്കറിലേക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും കുക്കർ നിറച്ചുണ്ടല്ലോ, അതങ്ങനെ ഇത്രയും ചെയ്യാമോ എന്ന്. പക്ഷേ ഇത് വെന്ത് വരുമ്പോഴത്തേക്കിന് കറക്റ്റ് ആവുമേ. നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അരപ്പിടാം. തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, ഒരു ശകലം വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇത്രയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് അരപ്പുണ്ടാക്കി അത് അതിനകത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണേ, വെന്ത് ഉടയണം കഷ്ണങ്ങൾ. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ ഇടാം. പിന്നെ ഇതിൻ്റെ പ്രധാന ഐറ്റം കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. നമുക്കതൊരു പാത്രത്തിലെടുത്ത് ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.